ബി.ജെ.പിയിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ലെങ്കിലും ഇപ്പോൾ തന്നെ നേതാക്കൾക്കിടയിൽ ചില പടലപ്പിണക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും മുതിർന്ന നേതാക്കളായ എം.ടി. രമേശ്, കുമ്മനം രാജശേഖരൻ, അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള, ബി. ഗോപാലകൃഷ്ണൻ ഇവർക്കൊന്നും തന്നെ സീറ്റില്ല. മാത്രമല്ല, ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞ ആളെ ഹരിപ്പാട്ടേക്ക് കൊണ്ടുപോയി കെട്ടിയിറക്കിയെന്നൊരു ആരോപണമുണ്ട്. നോബിൾ മാത്യു ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷനാണ്. അവിടെ ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കുന്നുണ്ട്, തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് പരസ്യ പ്രതികരണം നടത്തി. അതുകൊണ്ട് ബി.ജെ.പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ രാജിവെച്ചു. മറ്റ് ബി.ജെ.പിക്ക് മുൻതൂക്കം ഉണ്ടായിരുന്ന പല സീറ്റുകളിലേക്കും ഒന്നുകിൽ 2020 സ്ഥാനാർത്ഥികൾ വരുന്നുണ്ട്. അതല്ല എങ്കിൽ ഈ പറയുന്ന BDJSന്റെ സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട്. ഇത് ബി.ജെ.പിക്കുള്ളിൽ അല്ലെ NDA മുന്നണിക്കുള്ളിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. എങ്ങനെ കാണും? ഒക്കുന്ന പോലെ ബി.ജെ.പിയും പൊട്ടിത്തെറിക്കുന്നുണ്ട്. ബി.ജെ.പിക്ക് അകത്തും പൊട്ടിത്തെറിയുണ്ട്. ബാക്കി രണ്ട് പാർട്ടികൾക്കകത്തും ശക്തമായിട്ട് വിമത സാന്നിധ്യം ഉണ്ടല്ലോ. കോൺഗ്രസിന് ഏതാണ്ട് 50-നകത്ത് സീറ്റ് ഇതുവരെ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടുള്ളൂ. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ബാക്കി പ്രഖ്യാപിക്കാൻ ഒക്കാത്തതെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 28 കടുത്ത മത്സരം. പിന്നെ അടൂർ പ്രകാശും ഈ പറയുന്ന കണ്ണൂരെ നേതാവും കൂടെ സീറ്റില്ലെങ്കിൽ പ്രശ്നമാകും, അതൊരു വിഷയമാകും, അത് ഈഴവർ ഇല്ലാത്ത കോൺഗ്രസ് എന്നുള്ള ഒരു ചർച്ച കൊണ്ടുവരും എന്ന് ഭയപ്പെടുത്തി സീറ്റിന് വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥ. അതിനകത്ത് കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കന്മാർ അത് പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു ഇത്. പിന്നെ CPM-നകത്ത് കണ്ണൂരിൽ നിന്ന് തന്നെ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ അല്ലെ പാർട്ടിയുടെ വലിയ പോസ്റ്റ് സെക്രട്ടേറിയറ്റ് ഇരുന്നവർ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാണ്. ഏരിയ സെക്രട്ടറിയായിട്ട് ആയിരുന്ന കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയാണ്. 40 കൊല്ലം സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടിരുന്ന G. സുധാകരൻ ആലപ്പുഴയും സ്ഥാനാർത്ഥിയാണ്. അപ്പം മറ്റ് രണ്ട് പാർട്ടികളിലും ഉള്ളതുപോലെ തന്നെ ബി.ജെ.പിക്ക് അകത്തും പ്രശ്നങ്ങളുണ്ട് എന്ന് വേണം കരുതാൻ. ഇതിനകത്ത് ബി.ജെ.പി തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ജയിച്ചു വരണം, അല്ലെങ്കിൽ മറ്റ് രണ്ട് UDF-ന്റെയും LDF-ന്റെയും കൂട്ടല്ലല്ലോ. അവർ പലവട്ടം അധികാരത്തിൽ വരുന്നതും അല്ലെങ്കിൽ പല അധികാരം മാറി മാറി കൈയാളിക്കൊണ്ടിരിക്കുന്നവരും ജനപ്രതിനിധികൾ കണ്ടുപോകാനുള്ളവരെ. ഇവർക്ക് തുടങ്ങണം, ഒന്നേന്ന് തുടങ്ങണം. അതിനു മുമ്പേ തന്നെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ മത്സരിച്ചേ മതിയാവും. ജയവും തോൽവിയും ഒക്കെ പിന്നെ ആലോചിക്കാം, എന്തായാലും മത്സരിക്കണം. ഇത് ബി.ജെ.പിക്ക് അകത്ത് എന്തുകൊണ്ടെന്നറിയില്ല ചില നേതാക്കന്മാർ സ്ഥിരമായി മത്സരിച്ച് തോറ്റാലും സീറ്റിൽ നിന്ന് മാറിക്കൊടുക്കുന്ന ഒരവസ്ഥയിൽ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഗുണം കാണുമല്ലോ. ഗുണം എന്താണെന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ടി വരും. അപ്പം ഇതിനകത്ത് എം.ടി. രമേശ് മത്സരിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടിരുന്ന സീറ്റ് പത്മജ വേണുഗോപാലിൻ്റെ സീറ്റാണ്. അത് നമ്മൾ നോക്കുമ്പം എം.ടി. രമേശിനെക്കാട്ടിൽ അവിടെ ആ സീറ്റ് മത്സര സാധ്യത ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ജയസാധ്യത ഉണ്ടാക്കുന്നതും ഒക്കെ പത്മജ വരുമ്പോഴാണ്. അതുപോലെ ജോർജ് കുര്യൻ മത്സരിക്കുന്നിടത്ത് ഈ കാഞ്ഞിരപ്പള്ളിയിൽ ഏറ്റവും യോഗ്യൻ ജോർജ് കുര്യനാണ്. അതിന് നോബിൾ മാത്യുവിന് മത്സരിക്കണമെങ്കിൽ വേറൊരു സീറ്റ് ബി.ജെ.പി തരപ്പെടുത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പക്വതയോടുകൂടി മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അവിടെ മത്സരിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആൾക്കാർക്കെല്ലാം തൃപ്തി ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ്. കാരണം യാതൊരു പരാതിയുമില്ലാതെ, ആരെക്കൊണ്ടും പഴി പറയിക്കാതെ, ഇടപെടേണ്ടിടത്തൊക്കെ കൃത്യമായിട്ട് ഇടപെട്ട്, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുന്നവർ ചൂരൽമലയിലൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പോൾ അദ്ദേഹവും അങ്ങനെയാണ്. പിന്നെ ഈ കുമ്മനം രാജശേഖരൻ്റെ കാര്യം ചുമ്മാ പറയുക, അദ്ദേഹത്തിന് ആറന്മുള കൊണ്ടുപോയി സീറ്റ് അല്ലെങ്കിൽ പരിഗണിച്ചിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ മത്സരിക്കുന്നില്ലെങ്കിൽ യാതൊരു വഴക്കും ഉണ്ടാക്കാതെ വീട്ടിൽ പോകുന്ന ഒരാളാണെന്ന് നമുക്കെല്ലാം അറിയാം. അപ്പം ഇതുപോലെ പല സീറ്റുകളിലും, അല്ലെങ്കിൽ എം.ടി. രമേശിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ നോബിൾ മാത്യുവിൻ്റെ കാര്യമായാലും, ഗോപാലകൃഷ്ണൻ ഈ കൊടുങ്ങല്ലൂർ മത്സരിക്കുന്നതിനകത്ത് അദ്ദേഹത്തിന് കിട്ടിയില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം അതൃപ്തി രേഖപ്പെടുന്നു. അപ്പം ബി.ജെ.പി നമ്മൾ എത്ര പറയുമ്പോഴും RCയുടെ ഒരു നീക്കം നമ്മൾ ചെറുതായിട്ട് കാണാൻ പറ്റത്തില്ല. ഈ പാർട്ടിക്കകത്ത് ഈ പാർട്ടി MLA-മാരെ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ന്യൂനപക്ഷത്തിൻ്റെ സ്വാധീനം ഉണ്ടെങ്കിൽ മാത്രമേ MLA-മാർ ഉണ്ടാകത്തുള്ളൂ. കാരണം ഭൂരിപക്ഷ ഏകീകരണം എത്ര വലിപ്പത്തിലായാലും അതൊരു 20% പോകത്തില്ല കേരളത്തിൽ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം നമ്മൾ പലവട്ടം കണ്ടതാണ്. കാരണം ഇവിടെ 50%, 50-80 എന്ന് പറഞ്ഞാണല്ലോ നിൽക്കുന്നത്. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒരേപോലെ ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത്. അതിനകത്ത് ഭൂരിപക്ഷ ഏകീകരണം അല്ലെ ബി.ജെ.പിക്ക് കൂടുതൽ സാധ്യത, അല്ലെ ബി.ജെ.പിക്ക് അനുകൂലിക്കാൻ സാധ്യതയുള്ളത് ഹൈന്ദവ വോട്ടുകൾ. ആ ഹൈന്ദവ വോട്ടുകൾ കേരളത്തിൽ, വടക്കേ ഇന്ത്യയിലെ കാര്യമല്ല, കേരളത്തിൽ എത്ര പറയുമ്പോഴും ഏകീകരിക്കാൻ സാധ്യതയുള്ളതിൻ്റെ മാക്സിമം പോകുമ്പോൾ 20% മാക്സിമം. അതിനപ്പുറം
ഒരു 30% ഒരു പാർട്ടി വന്നാൽ മാത്രമേ ആ പാർട്ടിക്ക് മറ്റ് 2 പാർട്ടികളോടും MLA ആവാനും അല്ല ജനപ്രതിനിധി ആവാനും MP ആവാനും ഒക്കെ മത്സരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതായത് ത്രികോണ മത്സരത്തിലേക്ക്. അതിന് വരണമെങ്കിൽ ഒരു ന്യൂനപക്ഷത്തിന്റെ സ്വാധീനം വേണം. ആ ന്യൂനപക്ഷത്തിന്റെ സ്വാധീനത്തിന് വേണ്ടി BJP ശ്രമിക്കുമ്പോൾ BJPക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇതുവരെ അത്തരത്തിൽ മനസ്സുറക്കാത്ത ഒരു സമുദായം മുസ്ലിം സമുദായം. പിന്നെ ക്രിസ്ത്യാനിയാണുള്ളൂ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ വേണോ വേണ്ടയോ അല്ലെങ്കിൽ ചില ഇടങ്ങളിലൊക്കെ BJP അംഗീകരിക്കാമെന്ന് അവരുടെ സഭാ മേലധ്യക്ഷന്മാർ പറയുമ്പോഴും തൃശ്ശൂരെ വെച്ച് നോക്കുമ്പോൾ BJPക്ക് വോട്ട് ചെയ്യാൻ ക്രിസ്ത്യാനികൾക്ക് മടിയില്ലെന്ന് കാണിക്കുമ്പോൾ BJPയുടെ ഒരു ന്യൂനപക്ഷത്തിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു വർക്കിന്റെ വിജയം എന്ന് വേണം കരുതാൻ ഈ 2020. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷോണിന്റെ സ്ഥാനാർത്ഥിത്വം, അതുപോലെ പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥിത്വം, തിരുവല്ലയിലെ നമ്മുടെ നോബിൾ മാത്യു അല്ലേ, അതെ, അനുവാൻ നോബിൾ മാത്യു പ്രശ്നക്കാരൻ അനൂപ് ആന്റണി. അപ്പം കോൺഗ്രസ് ഈ BJPക്ക് ഈ മറ്റൊരു സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥികളെ പോലും കണ്ടെത്താനും മത്സരിപ്പിക്കാനും കഴിയാത്തിടത്ത്, മാത്രവുമല്ല ഇപ്പം മത്സരിക്കുന്ന അപ്രമാദിത്വം ഉള്ളിടത്ത്, ക്രിസ്ത്യൻ അപ്രമാദിത്വത്തോടത്ത് ഈ സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കും. അപ്പൊ ആ രീതി വരുമ്പോൾ ഇതിനകത്ത് പാർട്ടി ആദ്യം ഉണ്ടാവേണ്ട ജനപ്രതിനിധികളാണ്, പാർട്ടിക്ക് MLA-മാരുണ്ടാകുന്നുണ്ട്, പാർട്ടിക്ക് MP-മാരുണ്ടാകുന്നുണ്ട്. അതിനുശേഷം മത്സരിക്കുന്നതിന് പകരം മറ്റു 2 പാർട്ടികൾക്കും അത്തരത്തിൽ ജനപ്രതിനിധികളും വളരെ കാലത്തെ ഒരു സ്വാധീനവും ഒക്കെ ഉള്ളിടത്ത് BJPക്കകത്തും പടലപ്പിണക്കം അല്ലെങ്കിൽ BJPക്കകത്ത് നിൽക്കുന്ന നേതാക്കന്മാർ, വളരെ തഴക്കവും പഴക്കവുമുള്ള നേതാക്കന്മാർ പോലും നേട്ടത്തിനും അല്ലെങ്കിൽ കാര്യസാധ്യത്തിനും വേണ്ടി ഒക്കെ നിൽക്കുന്നു എന്ന് വേണം ഈ പറയുന്ന MD രമേശിൻ്റെയും ഗോപാലകൃഷ്ണന്റെയും അല്ലെങ്കിൽ നോബിൾ മാത്യുവിൻ്റെയും ഒക്കെ നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും RC അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ എടുത്ത നിലപാട്, അയാൾ നമ്മൾ ഇത്രയും കാലം കൊണ്ട് അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന് പോസിറ്റീവ് റിസൾട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം, കോർപ്പറേഷൻ കിട്ടിയില്ല, അദ്ദേഹത്തിന്റെ ആ ഇടപെടിയിൽ കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം വന്നതിന് ശേഷമാണല്ലോ കിട്ടുന്നത്, ഇതുവരെ കിട്ടാതിരുന്നിടത്ത്. അതുപോലെ ഇപ്പം ആ 2020 ഇതിനകത്ത് വരികയാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആനികൾക്ക് ഇതിനകത്ത് നിൽക്കുന്നതിനല്ലേ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയാണ്. അപ്പോൾ വല്ലാത്തൊരു ചേഞ്ചിലേക്ക് കൊണ്ടുവരുന്നു. അതായത് ഈ ഇലക്ഷന് ശേഷം BJPക്ക് മാക്സിമം ഈ ജനപ്രതിനിധികളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിന് സാധ്യതകളെടുത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ നേട്ടങ്ങൾ സ്വന്തം താല്പര്യത്തിന് BJPയെ കിട്ടാത്തപ്പോൾ ആ നേട്ടങ്ങളുടെ പേരിൽ BJPയെ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളും ആക്കുന്നോ ഈ നേതാക്കന്മാർ എന്ന് വിചാരിക്കേണ്ടി വരും. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു മാറ്റം വലുതാണ്. കാരണം 2020 വന്നതോടുകൂടി BJP എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റ് പാർട്ടികളെ പോലെ മത്സരരംഗത്തുള്ള ഒരു പാർട്ടിയായിട്ട് മാറ്റിയെടുക്കുന്നതിൽ രാജീവ് ചന്ദ്രശേഖരൻ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് സിനിമാ നടികളൊക്കെ ഒന്ന് വളരെ ആഹ്ലാദത്തോടെ മത്സരിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ BJP അവർക്കിപ്പോഴും BJPയിൽ പോയി മത്സരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ BJPയുടെ ഒരു സഖ്യകക്ഷി എന്ന നിലയ്ക്ക് 2020 മത്സരിക്കുക, 2020 എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലുകളുടെ ഒരു സംഘമാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ട്. പിന്നെ പൊതുവേ അതൊക്കെ ഒരു ഇപ്പോൾ സാബു ജേക്കബ് നമ്മളൊരു നല്ല മുതലാളിയാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധമുള്ള കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ, സിനിമാക്കാർ, അവരൊക്കെ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത് BJPയെ സംബന്ധിച്ച് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നേരത്തെ BJPയെ ഇങ്ങനെ തൊട്ടുകൂടാത്ത സംഘമായിട്ട് മാറ്റി വെച്ചിരുന്നു, അതൊക്കെ മാറി എല്ലാവരും വന്ന് കയറാവുന്ന ഒരു സ്ഥലമായിട്ട് അത് രൂപപ്പെട്ടു വരികയാണ് ചെയ്യുന്നത്. അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJPയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന BJPയുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട്, അവർ പുറത്തായി. അതാണ് പ്രശ്നം. BJPക്ക് സ്വീകാര്യത വർദ്ധിക്കുന്നു, പക്ഷേ BJPയെ വളർത്താൻ ശ്രമിച്ച അത് സ്വന്തം രക്തവും വിയർപ്പും ഒക്കെ നൽകി ഈ പാർട്ടി കെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ആളുകൾ പുറത്തായി. അതാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ കാര്യമായ സ്ഥലത്തൊന്നും BJPക്ക് സീറ്റില്ല, കൂടുതൽ 2020ആണ്. കൊടുങ്ങല്ലൂരും അതേപോലെ തന്നെ തൃപ്പൂണിത്തുറയും BJPക്ക് നല്ല ബേസ് വോട്ടുള്ള സ്ഥലമാണ്. അങ്ങനെയാണ്. കാരണം കൊടുങ്ങല്ലൂർ നഗരസഭ BJP പിടിക്കുമെന്ന് കരുതപ്പെട്ടാണ്, നടന്നില്ല എന്ന് പറഞ്ഞു. തൃപ്പൂണിത്തുറ നഗരസഭ എന്ന് പറയുന്നത് BJPയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അവിടെ 2020ക്കാണ് സ്ഥാനാർത്ഥിത്വം കൊടുത്തത്, BJP അല്ല മത്സരിക്കുന്നത്. അതിൽ ഭയങ്കര അതൃപ്തി എനിക്ക് തോന്നുന്നു BJPയുടെ പ്രവർത്തകർക്ക് തൃപ്പൂണിത്തുറ നിയമമണ്ഡലത്തിനകത്ത് ഉണ്ട് എന്ന്. കൊടുങ്ങല്ലൂർ ഇതിനനുസരിച്ച് കൊടുങ്ങല്ലൂർ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്ന ആരാണ്? ഉമ്മൻചാണ്ടിയുടെ മരുമോനാണ്. BJPയുടെ അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥി. മനസ്സിലായി? അപ്പോൾ 2020ആണ്. 2020 വഴി, അതായത് AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി നേരിട്ട് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട്, K കരുണാകരൻ്റെ മകള് പത്മജ വേണുവൽ
നേരിട്ട് BJP സ്ഥാനാർത്ഥിയായിട്ട് വന്നു. ഉമ്മൻചാണ്ടിയുടെ മരുമകൻ നേരിട്ടല്ല സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അതിനൊരു ഇടവഴിയുണ്ട്, അതാണ് 2020. പക്ഷേ എന്തായാലും കോൺഗ്രസിൻ്റെ ഈ നേതാക്കന്മാരുടെ മക്കളോ മരുമക്കളോ ഒക്കെ എവിടെയുണ്ട്? BJPയിലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഗോപാലകൃഷ്ണൻ സീറ്റിൽ ഗോപാലകൃഷ്ണൻ കൊടുക്കുന്നവർ മത്സരിക്കണമെന്ന് പറയണതാണ്. സീറ്റ് പോയി. MT രമേശ് തൃശ്ശൂർ മത്സരിക്കണമെന്ന് പറയണതാണ്. അവിടെ നിന്ന് പോയി. അതായത് ഒറിജിനൽ BJP പുറത്തും അതിൻ്റെ ട്രൂ കോപ്പി അകത്തുമായ സ്ഥിതിയായി. എങ്ങനെയുണ്ട്? അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് നോക്കണം, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കായംകുളവും കുന്നംകുളവും പോലെയുള്ള മണ്ഡലങ്ങളിൽ BJP ഒരു A ക്ലാസ് മണ്ഡലമായിട്ട് പട്ടിക വെച്ചിരുന്നു. വലിയ മുന്നേറ്റം നടന്നു. പക്ഷേ ഈ രണ്ടിടത്തും BJPക്കല്ല സ്ഥാനാർത്ഥി, BDJSന്റെ സ്ഥാനാർത്ഥി. അവിടെയും മുന്നണി മര്യാദകൾ പാലിക്കേണ്ടി വരുമ്പോൾ ചില BJP നേതാക്കൾ പുറത്തേക്ക് പോവുകയാണ്. പക്ഷെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം A ക്ലാസ് മണ്ഡലം ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ചുകൂടി സ്വാധീനമുള്ള നേതാക്കൾ മത്സരിച്ചാൽ ഒരുപക്ഷെ ഒരു ശക്തമായ ത്രികോണ മത്സരവും വേണമെങ്കിൽ വിജയവും നേടിയെടുക്കാമായിരുന്നു. അപ്പോൾ ഒരു മുന്നണി കെട്ടിപ്പടുക്കേണ്ട സമയത്ത് മുതിർന്ന നേതാക്കളെ പലപ്പോഴും കൈവിടേണ്ട ഒരു അവസ്ഥ BJPക്കുണ്ട്. ഇപ്പം കുമ്മനം രാജശേഖരൻ, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള എന്നിവരൊക്കെ മത്സരിക്കാൻ താല്പര്യമുള്ളവർ തന്നെയാണ്. ഗോപാലകൃഷ്ണൻ മത്സരിക്കുമെന്ന് ഉറച്ചു പറഞ്ഞിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഒന്നുമില്ല. എന്തിന് MT രമേശിന് പോലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ BJPയിൽ അതുണ്ടാക്കുന്ന അസ്വാരസ്യങ്ങൾ ഒട്ടും ചെറുതായിരിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനകത്ത് വേറെ കാര്യമുണ്ട്. നമ്മൾ ഈ പറയുമ്പോൾ മുകളിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശമുണ്ട്. അതായത് നമ്മൾ ഈ പല ഒരു സീറ്റ് കൊണ്ട് ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉള്ള ഒരു പാർട്ടിയാണ് BJP. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതിനകത്ത് ഒരു സീറ്റേ ഉള്ളായിരുന്നു പ്രാവശ്യം വടക്കിഴക്കൻ സംസ്ഥാനം ഭരിച്ചത്. അപ്പം അത് ഇതിനകത്ത് ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനകത്ത് ഒരു ഡയറക്ഷൻ, അത് സോഷ്യൽ എഞ്ചിനീയറിങ് BJPക്കകത്ത് ഏറ്റവും വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുകയും അത് ഫലവത്താക്കുകയും അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്ത ഒരാൾ അമിത്ഷായാണ് സോഷ്യൽ. അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് സീറ്റ് വേണം, അതിന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ, ഈ ബിസിനസ് സ്റ്റൈൽ തന്നെ, ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷെ റിട്ടേൺസ് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ട്? അപ്പം നമ്മളീ പറയുമ്പം സാറി പറഞ്ഞതുപോലെ ഈ ഞാനെന്നും മത്സരിക്കാൻ, ഞാൻ പണ്ടേ BJP ആയിരുന്നു. പണ്ടേ BJP ആയിരുന്നെങ്കിൽ ആ പണ്ടേ BJPക്കാരൻ ഈ BJP കരക്കെത്തിക്കാൻ കഴിയുന്നില്ല. അപ്പം കരക്കെത്തിക്കാൻ കഴിയുന്നവരുടെ കൂടെ നിന്ന് ആദ്യമേ MLA-മാരെ MP-മാരെയൊക്കെ ഉണ്ടാക്കിയ ശേഷം അതിനകത്ത് നേതാവായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ കരക്കെത്താതെ ഞങ്ങൾ മാത്രം മതി, അല്ല ഇങ്ങനെ ഇരുന്നാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ BJPയുടെ നേതാക്കന്മാരുടെ. അത് മനസ്സിലാവും ഞാൻ പറഞ്ഞത്. അത് മാറ്റിയെടുക്കണം. അപ്പം ഇതിനകത്ത് 2020 കൊണ്ടുവരുന്ന പറഞ്ഞാൽ ഇപ്പൊ എറണാകുളത്ത് 1-2 ഇടത്ത് BJP വേരോട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ജയിക്കാൻ പ്രാപ്തമായിട്ടുള്ള വോട്ട് വേണം. അതിനകത്ത് ന്യൂനപക്ഷം വരണമെങ്കിൽ സാബു ജേക്കബിനെ പോലെ ഇപ്പം മുതലാളിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം മുതലാളി ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സാബു ജേക്കബിനെ പോലെ ഉള്ളവർ വരേണ്ടി വരും. BDJS നമ്മൾ പറയുമ്പോൾ BDJS 1-2 സീറ്റ് A ക്ലാസ് സീറ്റുകൾ ചോദിക്കുന്നത്. BDJS നമ്മൾ എത്ര പറയുമ്പോഴും BDJS വന്നതിന് ശേഷം BJPക്കകത്ത് ഉണ്ടാക്കിയ മാറ്റം, വോട്ടിംഗ് പേഴ്സണിന്റെ വർധനവ് നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. ജയിച്ചിട്ട് MLA-മാരുണ്ടോ MP-മാരുണ്ടായിട്ടുണ്ടോ എന്നുള്ളതല്ല തർക്കം. 6% നിന്ന് അവർ വന്നതിന് ശേഷം ഉണ്ടാക്കിയ വ്യത്യാസം വലിയ വലുപ്പത്തിലാണ്. അപ്പോൾ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി ആ സോഷ്യൽ എഞ്ചിനീയറിംഗ്, സാറേ 30% വോട്ട് വേണ്ട, 17% വോട്ട് വരുമ്പോൾ തന്നെ MLA-മാരുണ്ടാവും. പക്ഷെ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമായിരിക്കണം. അത് അടിക്കേണ്ടടുത്ത് മർമ്മത്തടിച്ചാലേ കൊള്ളത്തുള്ളൂ. അത് ഒരു പക്ഷേ കേരളത്തിൽ നടന്നിട്ടില്ല. അതിനറിയാവുന്ന നേതാക്കന്മാരില്ല. RC അതിനുവേണ്ടി ശ്രമിക്കുന്നു. അതിന് കൃത്യമായ ഡയറക്ഷൻ ഡൽഹിയിൽ നിന്ന് ഉണ്ട് എന്നാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.